നെക്സ്റ്റ് ലാബ് ഈസ് ലാബ് 9 കോണിക് സെക്ഷൻസ്. ഈ ലാബിൻ്റെ അകത്ത് നമുക്ക് 2 ചോദ്യങ്ങളാണുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ 3 മാർക്സ് ആണ്, മൊത്തം 10 മാർക്കിൻ്റെ ചോദ്യം. ഇപ്പോൾ ലാസ്റ്റ് ഈ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ വിട്ടാലും പ്രശ്നമില്ല, അല്ലാതെ തന്നെ നമുക്ക് 8 മാർക്ക് ഇതിനകത്തുനിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഫോളോ ദ ഡയറക്ഷൻസ് ഗിവൻ ബിലോ ആൻഡ് കൺസ്ട്രക്ട് എ ജിയോജിബ്ര അപ്ലെറ്റ്. ഒരു ജിയോജിബ്ര അപ്ലെറ്റ് കൺസ്ട്രക്ട് ചെയ്യാം. ഈ സ്റ്റെപ്സ് നോക്കി അങ്ങ് ചെയ്താൽ മതി. ക്രിയേറ്റ് എ സ്ലൈഡർ സി ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതിനായിട്ട് ഇവിടെ സ്ലൈഡർ ടൂൾ എടുക്കുക. അതിനകത്ത് ഫസ്റ്റ് ഓപ്ഷൻ സ്ലൈഡർ സെലക്ട് ചെയ്യുക. അതിൻ്റെ സ്ക്രീനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം എ ആണ് ഡിഫോൾട്ടായിട്ട് കിടക്കുന്നത്, നമുക്ക് വേണ്ടത് സി ആണ്. സി ഈ വേരിയേഷൻ ഒന്നും പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് അത് തൽക്കാലം -10, മാക്സിമം ഒരു 10, ഇൻക്രിമെൻറ്റ് 0.1 കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്ലൈഡർ കിട്ടി. അടുത്തത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്ലോട്ട് 2 പോയിൻറ്റ്സ് A, C0 ആൻഡ് B, -C0. ഈ 2 പോയിൻറ്റ്സ് 1 by 1 ആയിട്ട് കൊടുക്കാം. ക്യാപിറ്റൽ A is equal to ബ്രാക്കറ്റിൽ C,0. രണ്ടാമത്തെ പോയിൻ്റായിട്ട് പറഞ്ഞിരിക്കുന്നത് ക്യാപിറ്റൽ B is equal to ബ്രാക്കറ്റിൽ -C,0. 2 പോയിൻറ്റ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അടുത്തത് ക്രിയേറ്റ് അനദർ സ്ലൈഡർ A വിത്ത് മിനിമം 0, മാക്സിമം 12 ആൻഡ് ഇൻക്രിമെൻറ്റ് 0.01. അപ്പോൾ അടുത്ത സ്ലൈഡർ A ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീണ്ടും നമ്മൾ സ്ലൈഡർ ടൂളിലേക്ക് പോവാം. സ്ലൈഡർ സെലക്ട് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ A ഡിഫോൾട്ടായിട്ടുണ്ട്. നമുക്കിവിടെ മിനിമം 0 ആണ് വേണ്ടത്, മാക്സിമം 12, ഇൻക്രിമെൻറ്റ് 0.01. ഓക്കെ, അപ്പോൾ നമുക്ക് 2 സ്ലൈഡേഴ്സായി ഇത് ഡീആക്ടിവേറ്റ് ചെയ്തേക്കാം. ഓക്കെ, അടുത്തത് പ്ലോട്ട് എ സർക്കിൾ ഓഫ് റേഡിയസ് A സെൻറ്റേർഡ് അറ്റ് ക്യാപിറ്റൽ A. ഇവിടെ 2 സർക്കിൾസ് എയിലും ബിയും സെൻറ്റർ ആക്കിക്കൊണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ A സെൻറ്റർ ആക്കിക്കൊണ്ട് സ്മോൾ ലെറ്റർ A റേഡിയസ് ഉള്ള സർക്കിൾ, സെൻറ്ററും റേഡിയസും ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് സർക്കിൾ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് സർക്കിൾ ടൂൾ ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. വിത്ത് സെൻറ്റർ ആൻഡ് റേഡിയസ് രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ വെക്കുമ്പോൾ അവർ പറയാം എന്താ ചെയ്യേണ്ടത്, സെലക്ട് സെൻറ്റർ പോയിന്റ് ദെൻ എൻറ്റർ ദ റേഡിയസ്. അപ്പം ആദ്യം നമ്മൾ A സെൻറ്റർ ആക്കിക്കൊണ്ടുള്ള സർക്കിളാണ്. അപ്പോൾ Aയിൽ ക്ലിക്ക് ചെയ്യുക, റേഡിയസ് സ്മോൾ ലെറ്റർ A കൊടുക്കുക. ഓക്കെ, സർക്കിൾ കിട്ടി. അടുത്തതായിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് B സെൻറ്റർ ആക്കിക്കൊണ്ട് 12 - A റേഡിയസുള്ള സർക്കിൾ ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ ഇവിടെ ഓൾറെഡി ഇത് ആക്ടിവേറ്റ് ആയി കിടക്കുന്നതുകൊണ്ട് ജസ്റ്റ് Bയിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. Bയിൽ ക്ലിക്ക് ചെയ്യുക, 12 - A. ഓക്കെ, അപ്പോൾ നമുക്ക് 2 സർക്കിൾസ് കിട്ടി. ഇനിയും Ctrl M കൊടുക്കുമ്പോൾ ഇത് സ്റ്റാൻഡേർഡ് വ്യൂവിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ അടുത്തത് പറഞ്ഞിരിക്കുന്നത് പ്ലോട്ട് ദ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ C ആൻഡ് D ഓഫ് എബോവ് സർക്കിൾസ് ആൻഡ് ഗീവ് ദ ട്രേസ്. ഈ സിയുടെയും ഡിയുടെയും ഈ 2 സർക്കിൾസിൻ്റെ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻസ് കണ്ടുപിടിക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് C ആൻഡ് D. അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ അറിയാം ഈ 2 സർക്കിൾസ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അത് ഇൻ്റർസെക്റ്റ് ചെയ്യിപ്പിക്കാനായിട്ട് ഈ സ്ലൈഡർ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ 2 സ്ലൈഡേഴ്സ് ഉണ്ട്. C അല്ല മൂവ് ചെയ്യേണ്ടത്, A ആണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. ആനിമേഷനും കാര്യങ്ങൾക്കും ഒക്കെ ഉപയോഗിക്കുന്നത് നമ്മൾ A ആണ്. അപ്പം ഇത് മൂവ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ ഇൻ്റർസെക്റ്റ് ചെയ്ത് വരും. പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ കണ്ടുപിടിക്കാൻ സെക്കൻഡ് ടൂളിൻ്റെ അകത്ത് ഇൻ്റർസെക്റ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. ഫസ്റ്റ് സർക്കിളിൽ ക്ലിക്ക് ചെയ്യുക, സെക്കൻഡ് സർക്കിളിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് 2 പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ കിട്ടും. അടുത്തത് അവർ പറഞ്ഞിരിക്കുന്നത് ഗീവ് ദ ട്രേസ്. ഈ 2 പോയിൻറ്റ്സിൻ്റെ ട്രേസ് കൊടുക്കുക. ട്രേസ് കൊടുക്കാൻ ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ട്രേസ് ഓപ്ഷൻ ഉണ്ട്, ട്രേസ് ഓൺ. ഇവിടെ Dയിലും 2 നമ്മൾ ട്രേസ് ഓൺ ആക്കിയാലേ നമുക്ക് കറക്റ്റ് ഫിഗർ കിട്ടുള്ളൂ. എന്നിട്ട് ഈ സ്ലൈഡ് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യുമ്പോൾ നമുക്കിതിൽ ആനിമേഷൻ കിട്ടും. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ആനിമേഷൻ കൊടുത്താൽ മതി. നമുക്കിവിടെ ഒരു കോണിക്ക് കിട്ടുന്നുണ്ട്. ഈ കോണിക്ക് ഐഡൻറ്റിഫൈ ചെയ്യുമ്പോഴേ നമുക്കറിയാം 0 മുതൽ 6 വരെ, 0 മുതൽ -6 വരെ, അതായത് 6 റേഡിയസിലാണ് ഈ കോണിക്ക് വന്നിരിക്കുന്നത്. ഇവിടെ ഒരു പോസ് ബട്ടൺ ഉണ്ട്, എന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ ഈ ആനിമേഷൻ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു സർക്കിളാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അതിന് ആൻസറായിട്ട് നമ്മൾ എഴുതി അപ്ലൈഡ് കൺസ്ട്രക്ഷൻ. ഈ ഫിഗർ ഒന്നും നമ്മൾ ആൻസർ പേപ്പറിൽ വരയ്ക്കണമെന്നില്ല. അടുത്തത് സെറ്റ് ദ വാല്യൂ ഓഫ്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സെറ്റ് ദ വാല്യൂ ഓഫ് C as 5. ഇപ്പോൾ ഇവിടെ വേറൊരു സ്ലൈഡർ കൂടെ ഉണ്ട്. ആ സ്ലൈഡറിൽ 5 എന്ന് വാല്യൂ കൊടുക്കുക.
എന്നിട്ട് വീണ്ടും എ ആനിമേറ്റ് ചെയ്യുക. ആനിമേറ്റ് ചെയ്ത് കിട്ടുന്ന പാത്ത് ഏതാണെന്ന് ഒബ്സർവ് ചെയ്യുക. അപ്പോൾ ഇവിടെ സി നമ്മൾ 5ലേക്ക് വെക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സി 5ലേക്ക് വെച്ചു. എന്നിട്ട് വീണ്ടും ഇവിടെ ആനിമേഷൻ കൊടുക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആനിമേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു കോണിക്ക് വരുന്നുണ്ട്. ആ കോണിക്കിൻ്റെ ഷേപ്പ് ഈസ് ആൻ എലിപ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ കോണിക്ക് കിട്ടി. അടുത്തത് നെയിം ദ കോണിക് ട്രേസ്ഡ് എലിപ്സ്. അടുത്തത് റൈറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് ഫോസ ആൻഡ് വേർട്ടിസസ് ഓഫ് ദ കോണിക് ട്രേസ്ഡ്. ഫോസയുടെയും വേർട്ടിസസിൻ്റെയും കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് ഈ ഫിഗറിൽ നിന്ന് നോക്കി എഴുതാനായിട്ടുള്ളതേ ഉള്ളൂ. നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇത് എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈപ്പ് എലിപ്സ് ആണ്. നമുക്ക് 2 ടൈപ്പ് എലിപ്സ് ആണുള്ളത്. ഒന്ന് ഫസ്റ്റ് ടൈപ്പ് എലിപ്സ്, അത് അബൌട്ട് എക്സ് ആക്സിസ് ആയിരിക്കും നിൽക്കുന്നത്. 2 സെക്കൻഡ് ടൈപ്പ് എലിപ്സ്, അത് അബൌട്ട് വൈ ആക്സിസ് ആയിരിക്കും നിൽക്കുന്നത്. ഇതിൻ്റെ ഇക്വേഷൻ x² + a² + y² / b² = 1. ഇതിൻ്റെ ഇക്വേഷൻ x² / b², ഇവിടെ എയും ബിയും കൂടെ തിരിഞ്ഞു വരും, b² + y² / a² = 1. അപ്പം സാധാരണ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ അകത്തെല്ലാം ഈ ഫസ്റ്റ് ടൈപ്പ് എലിപ്സ് ആണ് ചോദിക്കാറ്. സാധാരണ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെല്ലാം ഈ ഫസ്റ്റ് ടൈപ്പ് എക്സ് ആക്സിസിൽ നിൽക്കുന്ന രീതിയിലുള്ള എലിപ്സ് ആണ് ചോദിക്കാറ്. അപ്പോൾ ഇതിൻ്റെ ഫോക്കസും വേർട്ടെക്സും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഇതാണ് ഇതിൻ്റെ ഫോക്കസ്, ഇതാണ് ഫോക്കസ്, -5ഉം +5ഉം. അപ്പോൾ എക്സ് ആക്സിസിലായതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? ഫോക്കസ് ഈസ് ±5,0. എക്സ് ആക്സിസിലാണ് കോർഡിനേറ്റ് ഉള്ളത്. അതുപോലെ നമ്മൾ വേർട്ടെക്സ് നോക്കുകയാണെങ്കിൽ ഈ എൻഡിൽ നമ്മുടെ മേജർ ആക്സിസിൻ്റെ എൻഡ്, അതായത് എലിപ്സ് ആക്സിസിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ്, ഈ എൻഡിൽ വരുന്നത് 6ഉം -6ഉം. എക്സ് ആക്സിസിലായതുകൊണ്ട് ഈ വേർട്ടെക്സ് എന്ന് പറയുന്നത് ഈസ് ±6,0. അപ്പോൾ നമുക്ക് ഫോക്കസും വേർട്ടെക്സുമായി. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ ഓഫ് ദ കോണിക്കാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇക്വേഷൻ ഓഫ് ദ കോണിക്ക്. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഈ ഫോക്കസ് എന്ന് പറയുന്നതിനെ നമ്മളെപ്പോഴും സി എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യാറ്. ഫോക്കസിനെ നമ്മളെപ്പോഴും സി എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യാറ്. ഈ വേർട്ടെക്സിനെ നമ്മൾ എ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യാറ്. ഇവിടെ ബി, നമുക്കറിയാം മേജർ ആക്സിസിൻ്റെ നീളം 2a ആണല്ലോ. അപ്പം ഈ ഫോക്കസിനെ എപ്പോഴും സി വെച്ചാണ് ഡിനോട്ട് ചെയ്യാറ്, വേർട്ടെക്സിനെ എ വെച്ചാണ് ഡിനോട്ട് ചെയ്യാറ്. അപ്പോൾ നമുക്കിവിടെ ഫോക്കസ് സി കിട്ടി, അതുപോലെ വേർട്ടെക്സിൽ എ കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ എഴുതാനായിട്ട് ബിയും കൂടെ കണ്ടുപിടിച്ചാൽ മതി. അതിനായിട്ട് നമുക്കൊരു റിലേഷൻ അറിയാം, c² = a² - b². എലിപ്സിൻ്റെ കേസിൽ പ്ലസ് ആണ് എങ്കിൽ ഇവിടെ റിലേഷനിൽ മൈനസ് ആയിരിക്കും, ഹൈപ്പർബോളയിൽ മൈനസ് വരുമ്പോൾ ഇവിടെ പ്ലസ് ആണ്. അതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് നമ്മൾ ബിയുടെ വാല്യൂ കണ്ടുപിടിക്കും. ഇവിടെ നിന്ന് b² b² ഇപ്പുറത്തേക്ക് വരുമ്പോൾ a² - c² എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു a² 36 - c² 25. 36 നിന്ന് 25 പോകുമ്പോൾ 3 - 1 11 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് b² 11 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇക്വേഷൻ എഴുതാമല്ലോ. ഇക്വേഷൻ എന്ന് പറയുന്നത് x² / a² + y² / b² = 1 ആണ്, വിച്ച് ഈസ് x² / a² എന്താ 36 + y² / b² ആണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് 11 = 1 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ എലിപ്സിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഈ രീതിയിൽ വേണം ഇതിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട്, ഇക്വേഷൻ കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, x² / 36 + y² / 11 = 1. അത് നമുക്ക് കിട്ടി. ഓക്കെ, അടുത്തത്
ഓക്കെ, അടുത്തത് റൈറ്റ് ഇക്വേഷൻ ഓഫ് ദ കോണിക്, അത് കഴിഞ്ഞു. ഇനി ഡി ക്വസ്റ്റ്യൻ നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. ഇത് നമുക്ക് ചെയ്യാം, എളുപ്പമാണ് ഇത് ചെയ്യാനായിട്ട്. എഡിറ്റ് എ വാല്യൂ ഓഫ് സി ടു ഗെറ്റ് ദ കർവ്, ഈ കർവ്. ഇപ്പം നമ്മൾ നേരത്തെ ഓർക്കുന്നുണ്ട് സി 5 വെച്ചപ്പോഴാണ് നമുക്ക് എലിപ്സ് കിട്ടിയത് എന്ന് പറയുന്നത് പോലെ ഈ ഇക്വേഷൻ കിട്ടാൻ വേണ്ടി സി എന്തിലേക്ക് വെക്കണം? അപ്പം ഇതിൻ്റെ അകത്തുനിന്ന് സി വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ നമുക്കറിയാം ഇത് എലിപ്സ് ടൈപ്പ് 1 ആണ്. എക്സിൻ്റെ താഴെ കിടക്കുന്ന വാല്യൂ വൈയുടെ താഴെ കിടക്കുന്ന വാല്യൂവിനെക്കാട്ടിലും വലുതാണെങ്കിൽ ഇത് ടൈപ്പ് 1 എലിപ്സ് ആയിരിക്കും. ടൈപ്പ് 1 എലിപ്സിൻ്റെ ഇക്വേഷൻ x² + a² + b² = 1 ആയിരിക്കും. അവിടെ നിന്ന് നമുക്ക് a² = 36 എന്നും b² = 20 എന്നും കിട്ടി. നമുക്ക് റിലേഷൻ അറിയാം, c² = a² - b² which is equal to a² 36 ആണ്. 36 - 20 is equal to 16 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ c is equal to 4 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ സിയുടെ വാല്യൂ 4 എന്ന് നമുക്ക് കിട്ടി. നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഇതിൽ സി 4 കൊണ്ടുവെക്കാം. 4 കൊണ്ടുവച്ചിട്ട് വീണ്ടും എനെ ഒന്ന് ആനിമേറ്റ് ചെയ്താൽ മതി. എനെ ആനിമേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സി ഫോക്കസ് 4 നിൽക്കുന്ന ഒരു എലിപ്സ് കിട്ടും. സി ആണല്ലോ ഫോക്കസ് 4 നിൽക്കുന്ന ഒരു എലിപ്സ് കിട്ടും. അതായത് ഈ ഇക്വേഷൻ്റെ എലിപ്സ് നമുക്കിവിടെ കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ലാബ്. ഇനി ഇതിൻ്റെ അകത്ത് വേറെയും ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇത് വേറൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യനിലും ഇതുപോലെ തന്നെയാണ്. സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യുക, എയും ബിയും പോയിന്റ് കൊടുക്കുക, വേറൊരു സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യുക, 2 സർക്കിൾസ് വരയ്ക്കുക, പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ കണ്ടുപിടിക്കുക, ആനിമേറ്റ് ചെയ്യുക, കോണിക്ക് ട്രേസ് ചെയ്യുക. അടുത്തത് സിയുടെ വാല്യൂ മാറ്റുക, എന്നിട്ട് വീണ്ടും കോണിക്ക് ട്രേസ് ചെയ്യുക, ഇക്വേഷൻ കണ്ടുപിടിക്കുക. അതാണ് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് ഒരു ഇക്വേഷൻ തന്നിട്ട് സിയുടെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും സെയിം ആയിരിക്കും. ഇവിടെയും പറഞ്ഞിരിക്കുന്നത് ടൈപ്പ് 1 എലിപ്സ് ആണ്. ടൈപ്പ് 1 എലിപ്സ് എന്ന് പറയുമ്പോൾ ഈ ഇക്വേഷൻ്റെ എലിപ്സ് ആണ് ഇവിടെ എല്ലാം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ ഇക്വേഷൻ്റെ എലിപ്സ് വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമാണ് ഇതുവരെ ചോദിച്ചിട്ടുള്ളത്. ഈ ഒരു കേസ് ചോദിക്കാൻ സാധ്യതയുള്ളത് എന്ന് വെച്ചാൽ ഈ ഒരു ടൈപ്പ്, സെക്കൻഡ് ടൈപ്പ്, അതാണ് ഈ ടൈപ്പിലുള്ള ഇക്വേഷനാണ് ചോദിക്കാൻ സാധ്യതയുള്ളത്. അപ്പോഴും ഇതുപോലെ തന്നെ ചെയ്താൽ മതി. ഇതാണ് ഇക്വേഷൻ, എയും ബിയും കൂടെ തിരിഞ്ഞു വരും. അതുപോലെ പടം നോക്കി നമുക്ക് ഫോക്കസും എയും ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഫോക്കസ് എന്ന് പറയുന്നത് ഉള്ളിൽ കിടക്കുന്ന വാല്യൂ, എ എന്ന് പറയുന്നത് മേജർ ആക്സിസിൻ്റെ എൻഡ്. ഇതാണ് എ വരുന്നത് ഇവിടെ ഈ ടൈപ്പ് ആണെങ്കിൽ. അത് വെച്ചിട്ട് ഇക്വേഷൻ എഴുതും. അതുപോലെ ഈ റിലേഷൻ ഉണ്ട്, ഇതൊക്കെ കണക്ട് ചെയ്തിട്ട് നമുക്ക് ഇക്വേഷനിലേക്ക് എത്താവുന്നതാണ്. അങ്ങനെ കണ്ടിട്ടില്ല, ടൈപ്പ് 1 ഇതുവരെ ചോദിച്ചിട്ടുള്ളൂ. ഇനി കോണിക്കിൻ്റെ അകത്ത് നമ്മൾ പരാബോളയും ഹൈപ്പർബോളയും ഒക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമ്മൾ എലിപ്സ് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് ഈ ലാബ് നന്നായിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, താങ്ക് യു.